അപ്പം നമ്മളെല്ലാവരും കൂടി ഒരു ഫംഗ്ഷന് പോവുകയാണ്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ വൈറ്റ് പൊങ്കാലയാണ്, നമ്മൾ 7 മാസത്തിൽ നടത്തുന്ന ചടങ്ങുണ്ടല്ലോ. അപ്പോൾ വൈറ്റ് പൊങ്കാല എന്ന് വെച്ചാൽ അനിയത്തിയുടെ വൈറ്റ് പൊങ്കാലയാണ്. അനിയത്തി എന്ന് പറഞ്ഞാൽ പപ്പയുടെ ചേട്ടന്റെ മോളാണ് കേട്ടോ. ഞങ്ങൾ തമ്മിൽ 3 മാസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ 3 മാസം മൂത്തത് ഞാനാണ്, അതുകൊണ്ടാണ് അനിയത്തി എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഏതാണ്ട് ചടങ്ങ് തുടങ്ങുന്ന ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ചേച്ചി കുറേ നിർബന്ധം, ചേച്ചി എന്ന് പറഞ്ഞാൽ അപ്പച്ചയുടെ മോളാണ് കേട്ടോ. ചേച്ചി കുറേ നിർബന്ധം, ഇത് നമുക്ക് വളക്കാപ്പ് നടത്തണം, കൊച്ചിന് വള ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമ്മൾ വളയൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ അതും കൂടിയൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. റിച്ചു ആണെങ്കിൽ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രാജാരാണല്ലോ ഇവിടെ നടക്കുന്നുള്ള രീതിയിൽ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കും, കുറച്ച് അവർക്ക് കൊടുത്ത് ഇങ്ങനെ കൊടുക്കും. ഞാനും ചേട്ടനും ഒക്കെ ഒരു 3-4 കൊല്ലം മുമ്പ് ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയവരാണ്. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് സന്തോഷമാണോ ഒരു സങ്കടമാണോ, സന്തോഷം കൊണ്ടൊരു സങ്കടമൊക്കെ ഉള്ളിലുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ എൻ്റെ കൈയൊക്കെ കിടന്ന് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുവിധം തപ്പി തടഞ്ഞ് വീഴാതൊക്കെ ഇങ്ങനെ എത്തി. എല്ലാവരും കുറച്ച് തൊട്ട് കൊടുത്തിട്ട് രണ്ടിൻ്റെ വേറെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു സെക്ഷൻ ആൾക്കാർ പലഹാരം പാക്ക് ചെയ്യുന്ന തിരക്കില്ലായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കലും ഇറങ്ങലും ഒക്കെ പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ തിരിച്ചു വരാൻ നേരത്ത് ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും കിടന്ന് തുള്ളലോട് തുള്ളലായിരുന്നു. അങ്ങനെ തുള്ളി നേരെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു. അപ്പോൾ ഓക്കെ, ബൈ ടാറ്റാ.